നമസ്കാരം, കിരണാണ്. കിരൺ മംഗലശ്ശേരിയിൽ നിന്ന് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഫോറസ്റ്റ് വകുപ്പിന്റെ ഒരു ഉത്തരവിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങളാണ്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഈ ഒരു ഓർഡർ കണ്ടിട്ടുണ്ടായിരിക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം നേരെ നമുക്ക് വീഡിയോക്കുള്ളിൽ പുതിയ സർക്കുലർ പ്രകാരം ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972, നാട്ടാന പരിപാലന ചട്ടം 2012 എന്നിവയ്ക്ക് വിരുദ്ധമായി ആനകൾക്കെതിരെയുള്ള പീഡനങ്ങൾക്ക് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചുള്ള വിവരമാണ് ഈ ഒരു ഓർഡറിൽ പുറപ്പെടുവിക്കുന്നത്. സൂചന നൽകുന്നത് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972, നാട്ടാന പരിപാലന ചട്ടം 2012 എന്നീ നിയമങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നിവ കാലാകാലങ്ങളിൽ നടത്തിയ വിധിന്യായങ്ങൾ, ഉത്തരവുകൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ പരിശോധിക്കുന്നു. എന്ന് പറയുന്നത് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972, നാട്ടാന പരിപാലന ചട്ടം 2012 പ്രകാരം രൂപീകരിച്ച തൃശൂർ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്നിവയാണ് ഈ ഒരു ഓർഡറിൽ പ്രതിപാദിക്കുന്നത്. മേൽ വിഷയങ്ങളിലേക്ക് അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972, നാട്ടാന പരിപാലന ചട്ടം 2012 എന്നിവയ്ക്ക് വിരുദ്ധമായി നാട്ടാനകൾക്ക് നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ കർശനമായ രീതിയിൽ നിയമം നടപ്പിലാക്കുന്നതോടൊപ്പം കേരള നാട്ടാന പരിപാലന ചട്ടം 2012 പ്രകാരം രൂപീകരിച്ച തൃശൂർ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനപ്രകാരം താഴെ കൊടുക്കുന്ന വിവരങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് എന്നും കൊടുക്കുന്നു. ഉത്സവപ്പറമ്പുകളിൽ മത്സരാധിഷ്ഠിതമായ രീതികളിൽ ആനകളെ വടിക്കോൽ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് ആനകളെ ഉപദ്രവിക്കുവാനോ തലപ്പൊക്കം മത്സരം നടത്തുവാനോ പാടില്ല എന്ന് പ്രതിപാദിക്കുന്നു. അത്യുഗ്രമായ DJ സൗണ്ട് സിസ്റ്റം, ലേസർ ലൈറ്റുകൾ, പോപ്പർ കളർ സ്പ്രേ തുടങ്ങിയവ ആനകൾക്ക് മേലെ ചെയ്യുന്നത് വഴി ആനകളെ പ്രകോപിപ്പിക്കുന്നതും ഒഴിവാക്കണമെന്നും കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ 5.5 അടിയിൽ കൂടുതൽ ഉയരത്തിലുള്ള കോലങ്ങൾ ആനകളുടെ മുകളിൽ കയറ്റി ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതും ഒഴിവാക്കണമെന്ന് കൊടുക്കുന്നു. മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ നിയമലംഘനം ഉണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കുവാൻ ആന ഉടമകൾ, ആനപ്പാപ്പാന്മാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ടതാണെന്നും, കൂടാതെ മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ നിയമലംഘനം ഉണ്ടാകുന്ന പക്ഷം ആന ഉടമകൾ, ആനപ്പാപ്പാന്മാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, നിയമലംഘനത്തിനായി പ്രേരിപ്പിക്കുന്ന മറ്റാളുകൾ എന്നിവർക്കെതിരെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വ്യവസ്ഥ അനുസരിച്ച് കേസെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ആയതിനാൽ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം, നാട്ടാന പരിപാലന ചട്ടം 2012 എന്നിവ അനുശാസിക്കുന്ന മറ്റ് വ്യവസ്ഥകൾ കൂടി പാലിച്ച് ആനകളെ എഴുന്നള്ളിപ്പ് നടത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആന ഉടമകൾ, ആനപ്പാപ്പാന്മാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, സോഷ്യൽ ഫോറസ്റ്ററി റേഞ്ച് തൃശൂർ VGP വർഗീസ് അവർകൾ ഈ ഓർഡർ ഇറക്കിക്കൊണ്ട് ഉത്തരവാകുന്നു. എല്ലാ വ്യവസ്ഥകളും കൃത്യമായി പാലിക്കുവാൻ എല്ലാ പുരാഘോഷ പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളും ആത്മാർത്ഥമായി തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി.